കേരളത്തിൽ ഫോൺ വഴി സാധാരണക്കാരോട് മാത്രം സംവാദമൊക്കെ നടത്തി സ്വയം വിജയിച്ച് ഫയൽവാൻ വിജയിച്ച എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു നുണയൻ അയാൾ ലണ്ടനിൽ പോയി സ്പീക്കേഴ്സ് കോർണറിൽ പോയി ആകെ ചമ്മി നാറി ഓടിയ ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും ആ വീഡിയോസ് റിപ്പീറ്റ് വാല്യൂവിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ കാര്യമൊക്കെ കണ്ടപ്പോഴാണ് പല ആളുകളും ഇങ്ങനെയൊക്കെ സ്ഥിരമായി സംവാദങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ടല്ലോ എന്നുള്ളത് പല ആളുകളും ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗത്തെക്കുറിച്ച് ലണ്ടനിലുള്ള ഹൈഡ് പാർക്കിലെ സ്പീക്കേഴ്സ് കോർണറിനെ കുറിച്ചും ആരിഫ് പോയി പെട്ട സ്ഥലത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു പ്രാഥമിക ധാരണ കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണർ ഹൈഡ് പാർക്കിൻ്റെ ഒരു കോർണറിലായ സ്പീക്കേഴ്സ് കോർണർ എന്നുള്ള സ്ഥലത്ത് നിന്നും ഇവിടുത്തെ കുറച്ച് വിവരങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും ഇവിടുത്തെ ചർച്ചകളിലെ കുറച്ച് ചർച്ചകളും നമുക്ക് ഇതുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ ഇൻ ഹിയർ. ഓക്കെ, ശരി. ഇവിടെ ഒരു കുറച്ച് ഇത് ക്രിസ്ത്യൻ ചർച്ചയാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Something about Christianity. Or does he just go in and say that these are Christians and a few discussions in here, you don't know. Again, another Muslim Christian discussion. We'll come back to this one later, inshallah. ഇത് മുന്നേ മുതലേ ഇത്തരം സീരിയസ് ഡിസ്കഷൻസ് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അറിയാണ്ടാവും. ഇസ്ലാം എന്നത് മാത്രമല്ല, ഏത് വിഷയങ്ങളിലും നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന, ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസാണ്. പലതരത്തിലുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾ മനസ്സിലാക്കുന്ന പലതരത്തിലുള്ള ആളുകൾ, അതിൽ ചില ആളുകൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അതല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളിൽ ഇവരുടെ നിലപാടുകൾ പറയുന്നു. സമാധാനപരമായി വേറെ തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതെ സമാധാനപരമായി വരുമ്പോൾ സംസാരത്തിൽ അഗ്രഷനും പലതരത്തിലുള്ള റെസ്പോൺസുകളൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തുള്ള വേറെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചർച്ചകൾ നടക്കുന്നു, ഡിബേറ്റുകൾ നടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ നടക്കുന്നൊരു കാര്യം. അതിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ആശയങ്ങളും വരുന്നത്. ക്രിസ്ത്യാനിറ്റി വരുന്നുണ്ട്, ജുദൈസം വരുന്നുണ്ട്, ഇസ്ലാം വരുന്നുണ്ട്. അവിടെ വരുന്ന മനുഷ്യന്മാരുടെ പ്രകൃതത്തിൽ എന്തൊക്കെ ആശയങ്ങളുണ്ടോ ആശയങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടുത്തെ ചർച്ചകൾ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ പ്രീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇസ്ലാമിൻ്റെ സ്പോക്ക് പേഴ്സൺസ് ആയിട്ടുള്ള ആളുകൾ, അവരവിടെ ഇത്തരത്തിൽ ഇസ്ലാമിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഇസ്ലാം വിമർശകർക്ക് മറുപടി പറയുമ്പോൾ, അവരുടെ അങ്ങോട്ട് നിരീശ്വരവാദികളോടും മറ്റൊക്കെ അവരുടെ ഐഡിയോളജിയെ പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ, ഇനി വേറെ മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള കമ്പാരിറ്റീവ് റിലീജിയൻ താരതമ്യ പഠനമാണെങ്കിലും ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ആ ഒരു എന്താ പറയുക അപ്രമാദത്വമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എത്രത്തോളം കോംപ്രിഹെൻഡ് ആണത്, എത്രത്തോളം ഇതുപോലത്തെ ഏത് ആശയങ്ങൾ വന്നാലും ഏത് വിമർശനങ്ങൾ വന്നാലും എത്ര മനോഹരമായിട്ടാണ് ആ ആശയങ്ങളോട് വിമർശനങ്ങളോട് ഇസ്ലാം സംവദിക്കുന്നത്, ഇസ്ലാം എങ്ങനെയാണ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് ഈ സ്ഥലത്ത് ആശയപരമായി ഡൊമിനേറ്റ് ചെയ്യുന്നത് ഈ സ്ഥലത്ത് ചർച്ചകൾ നോക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കും. പല ചാനലുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോന്ന് പേരെടുത്ത് പറയുന്നത്, ഇപ്പോൾ SC ദഅ്വ, അതേപോലെ തന്നെ ദഅ്വ വോയിസ്, ഇങ്ങനെയുള്ള പല ചാനലുകൾ. പല ആളുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ആരിഫ് തേഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് ഈ ദഅ്വ വോയിസ് ഒക്കെ ചിലപ്പോൾ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് ജസ്റ്റ് ആ ഒരു വീഡിയോ മാത്രം നോക്കാതെ ആ ചാനലിലുള്ള മറ്റ് വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ വളരെ കൃത്യമായി എല്ലാ ആശയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും അതിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റി അവിടെ ചർച്ചയ്ക്ക് വരാറുണ്ട്, ഹിന്ദുയിസം ചർച്ചയ്ക്ക് വരാറുണ്ട്, എത്തീസം പല രൂപത്തിൽ ചർച്ചയ്ക്ക് വരാറുണ്ട്, ലിബറലിസം ചർച്ചയ്ക്ക് വരാറുണ്ട്, അതേപോലെ തന്നെ സയനിസ്റ്റുകളായ ആളുകൾ നേരിട്ട് റബ്ബിമാർ വരെ അവിടെ വന്ന് നേരിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും വന്ന് ഡിസ്കസ് ചെയ്യുന്നു. അവിടെയൊക്കെ എത്ര സുന്ദരമായിട്ടാണ് സംവാദങ്ങൾ നടക്കുന്നുള്ളതും അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലും വളരെ സുന്ദരമായ അന്തരീക്ഷത്തിലും ഇൻഫോംഡ് ആയ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏത് ആശയമാണ് കൃത്യമായി അതിൻ്റെ ഡൊമിനേഷൻ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് ഇവിടെ ഉള്ളതുപോലെ പിന്നെന്താ പറയുക, ഏതോ സാധാരണക്കാരെ വിളിച്ചിട്ട് ആരാന്ന് പോലും അറിയാത്ത അവരോട് സ്വന്തം മൈക്കിൻ്റെ വോള്യം കൂട്ടി മറ്റുള്ളവരുടെ മൈക്കിൻ്റെ വോള്യം കുറച്ച് മ്യൂട്ട് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ സംവാദം അങ്ങോട്ട് വിളിക്കുന്നു, കുറെ ചിരിച്ചിരിക്കുന്നു, ഇതൊന്നുമല്ല ഈ പരിപാടിയല്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായ ആശയം സംവദിക്കപ്പെടുകയാണ്. ആശയം സംവദിക്കപ്പെടുമ്പോൾ കൃത്യമായി ഈ ആദർശത്തിൻ്റെ ആ ഒരു വ്യതിരിക്തതയും അതിൻ്റെ ആ ഒരു ഭംഗിയും ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ്. അതെല്ലാത്തിനോടും പിന്നെ കൃത്യമായി ആശയപരമായി ഏറ്റുമുട്ടി നിന്നുകൊണ്ട് അത് അവിടെ നമുക്ക് ഈ
എല്ലാം ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണെന്നുള്ളതാണ് ശരിക്കും അതിനെ പ്രത്യേകമാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, UAE നമ്മൾ ഹെഡ് സ്റ്റോക്ക് ഒക്കെ പബ്ലിക്കിൽ എല്ലാവർക്കും ഓപ്പൺ ആണ്, ആർക്ക് ജോയിൻ ചെയ്യാം. എന്നാലും പറയുന്ന ആളുകളുണ്ട് അത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം അല്ലേ, നിങ്ങളുടെ ചാനലല്ലേ. ഓക്കെ, എത്ര അൺബയാസ്ഡ് ആണ് നമ്മൾ വിശദീകരിച്ചാലും സ്വാഭാവികമായിട്ട് അംഗീകരിക്കുന്ന ആളുകളുണ്ടാവില്ല. ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചാനലുകളാണെങ്കിൽ അവർ പറയും അത് ആ ആളുകളുടെ പ്ലാറ്റ്ഫോം അല്ലേ. ഇത് അങ്ങനെ ഒന്നും ഇല്ലാതെ, ആർക്ക് ആരോട് എന്നൊന്നും ഇല്ലാതെ എല്ലാ ആശയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന, സംവദിക്കപ്പെടുന്നൊരു ഒരിടം. അവിടെ വർഷങ്ങളായി, അവിടെ എത്രയോ കാലമായി ഇത്തരത്തിൽ ഇസ്ലാമിലെ സ്പോക്ക് പേഴ്സൺസിന് കിട്ടുന്ന ഒരു എക്സ്ട്രാ എഡ്ജ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ചർച്ചകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കാണാൻ കഴിയുന്നതാണ്. അതൊരിക്കലും മനുഷ്യന്മാരുടെ ഗുണമല്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ആശയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾക്കും ആ എഡ്ജ് കിട്ടേണ്ടതാണ്. കാരണം ഈ ഇത്തരത്തിൽ ക്വാളിറ്റികളുള്ള പല മനുഷ്യന്മാരും പല രീതിയിൽ വരാലോ. അവിടെ അത് കിട്ടാനുള്ള മെയിൻ റീസൺ, പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്ന ഐഡിയോളജിയുടെ പവർ തന്നെയാണ്. ആ ഐഡിയോളജി അതിനാണ് ഇവിടെ ഇപ്പോൾ ചില ചാനലുകൾ പറഞ്ഞത്, ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ സ്പീക്കേഴ്സ് കോർണർ എന്ന് അടിച്ചുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അത്തരം വീഡിയോകൾ മെറ്റയിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരുപാട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വീഡിയോകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഓപ്പണായി ഡിസ്കഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ ലിബറലിസം വേഴ്സസ് ഇസ്ലാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്തീസം വേഴ്സസ് ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ജൂതായിസം, ജൈനിസം, എന്തോ വേഴ്സസ് ഇസ്ലാം ആയിക്കോട്ടെ, ആ ചർച്ചയുടെ ഡയറക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആശയപരമായി ഇത്രയും കോംപ്രഹെൻഡ് ആയിട്ടുള്ള, ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും ലോജിക്കലായിട്ടുള്ള വേറൊരു ആശയമില്ല എന്നുള്ളത് ഈ ആസ്പെക്റ്റുകൾ മാത്രം പരിഗണിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ UN ഫോളോവേഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം ചർച്ചകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണോ അതിനർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ UAE നമ്മൾ അവതരിപ്പിച്ച വിഷയങ്ങളെക്കാൾ വിശാലമായിട്ടുള്ള വിഷയങ്ങൾ ഇത്തരം സ്പീക്കേഴ്സ് കോർണർ ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ വിഷയങ്ങൾ നിങ്ങളെ പഠനത്തിന് ഉപകരിക്കുന്നതാണ് മനസ്സിലായത്. അതേപോലെ തന്നെ ഇപ്പം ഈ ആരിഫ് ഹുസൈൻ ചെന്ന് പെട്ടത് അദ്നാൻ റാഷിദിൻ്റെ മുമ്പിലായിരുന്നു. അപ്പം അദ്നാൻ റാഷിദിനെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി, വെറും ഈ ഇസ്ലാമിക വിഷയങ്ങൾ, ഇസ്ലാം മറ്റ് ദർശനങ്ങളോട് പിന്നെ ഏറ്റുമുട്ടി നിൽക്കുന്നത് മാത്രമല്ല, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഖാദിയാനിസം, പലതരത്തിൽ ഒരു പിന്നെ മുഹമ്മദ് നബിക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നൊക്കെ വാദിച്ചു വരുന്ന ആളുകൾ, അത്തരക്കാരായ ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളൊക്കെ അദ്നാൻ റാഷിദിൻ്റെ മുമ്പിൽ എത്ര സില്ലി ആയിട്ടാണ് പൊളിഞ്ഞടുങ്ങുന്നത് എന്നുള്ളത് സ്പീക്കേഴ്സ് കോർണറിൽ ആ വിഷയം അടക്കം ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു സൗന്ദര്യം. അത്തരം ആളുകൾ വളരെ കുറച്ച് ആൾക്കാരെ ടീമുള്ളൂ, പക്ഷേ UK അവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പം അവർ വരുന്നു, ഡിസ്കസ് ചെയ്യുന്നു അദ്നാൻ റാഷിദിൻ്റെ മുമ്പിൽ, അതെല്ലാം പൊളിഞ്ഞടുക്കും നമ്മൾ. അതേപോലെ തന്നെ ഷിയായിസം പല തരത്തിൽ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ്. ഷിയായിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഷിയാക്കൾ വരുന്നു. അദ്നാൻ റാഷിദിൻ്റെ തന്നെ ആ വിഷയത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഡിബേറ്റുകൾ, സ്പീക്കേഴ്സ് കോർണറിലെ ഡിബേറ്റുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി, അതേപോലെ തന്നെ എത്തീസം, ഇവരോടൊക്കെയുള്ള, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല വിഷയങ്ങൾ, പ്രത്യേകിച്ചും അദ്നാൻ റാഷിദിൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അപ്പോൾ ആ വിഷയത്തിലൊക്കെ ഉള്ള ഡിബേറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ചർച്ചകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ നോളജിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു ഡിബേറ്റുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരാളടുത്ത് പോയിട്ടാണ് ഈ ആരിഫ് പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു പിടിച്ചില്ല, അദ്നാൻ റാഷിദിൻ്റെ മുമ്പിലാണ് കറക്റ്റ് പെട്ടത്. കാരണം അദ്നാൻ റാഷിദിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഹിസ്റ്ററി അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിച്ച പിന്നെ ടോക്സ് ഒക്കെ, മുഗൾ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതേപോലെ തന്നെ ഇന്ത്യയിലെ സംഘപരിവാറിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട്, അതുകൊണ്ടാണ് നന്നായി ആ വിഷയത്തിൽ കൊട്ടി കിട്ടിയത്. സയനിസത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ മാത്രമല്ല, ആ വിഷയത്തിൽ ഗാസയിലടക്കം നേരിട്ടടക്കം ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. സുഡാനിൽ ഉള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ്. അതേപോലെ തന്നെ ഖാദിയാനിസം, ഷിയായിസം, ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളെക്കുറിച്ചും നല്ല ധാരണയുള്ള, ഈ വിഷയത്തിൽ നല്ല പിന്നെ ഡെപ്തുള്ള ഒരു വ്യക്തിയുടെ മുമ്പിലാണ് ആരിഫ് പോയി പെട്ടത്. അപ്പോൾ ഇയാൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇയാളുടെ ഈ ജനം ടി വിയിലെ ഡിബേറ്റൊക്കെ പോലെ ഞാനിങ്ങനെ പറയുന്നു, അപ്പോൾ കേട്ടിരിക്കുന്നത് അങ്ങനെയാണല്ലേ, ഇങ്ങനെയാണോ മുസ്ലിങ്ങളെ പറ്റി ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, അങ്ങനെയൊക്കെ റെസ്പോൺസ് കൊടുക്കുന്ന വിചാരിച്ചത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ സ്ഥലം ഏതാണ്, അവിടെ എന്താണ് അവസ്ഥ, അവിടെയുള്ള പ്രശ്നങ്ങൾ, ഇയാൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ച അദ്നാൻ റാഷിദിനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ആളൊന്നും കാണാതെ ഓടുന്നതാണ്, ഇത് കറക്റ്റ് പോയിട്ട് മുന്നിൽ നിന്നെടുക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് നമ്മളൊന്നും ആലോചിക്കൂലേ, ഞാൻ എവിടേക്കാണ് പോകുന്നത്, എനിക്ക് അവിടെ പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മിനിമം ചിന്തകൾ ഉണ്ടാവൂലേ, അതുപോലും ഇല്ലാതെ പോയി. ഞാൻ മുന്നേ വിചാരിച്ചത് ആരിഫിനെ അറിയാം, ആരിഫിന് ഒരുപാട് വിഷയങ്ങളിൽ അറിവില്ല, അപ്പോൾ എങ്ങനെ അതിനെ കോപ്പപ്പ് ചെയ്യണമെന്ന് അറിയാം, അങ്ങനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു മനുഷ്യനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ. എനിക്കിപ്പോഴും മനസ്സിലായത് ഇയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഇയാൾക്ക് എന്തൊക്കെയോ വിഷയങ്ങളിൽ എന്തൊക്കെയോ തരത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പുറത്ത് എന്തറിവില്ലെങ്കിലും
കുറച്ച് ഈ മോക്കിംഗ് ടെർമിനോളജീസ് ഒക്കെ ഉപയോഗിച്ചാൽ സംവാദങ്ങളിലൊക്കെ അതായത് കുറച്ച് നമുക്ക് ഈ ഡിബേറ്റ് ടാക്ടിക്സ് പലതരം, ഡോമിനേഷൻ ടാക്ടിക്സ്, സൗണ്ട് വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഒരു അറിവും ഇല്ലെങ്കിലും കഴിച്ചിലായി പോവും എന്നുള്ളതാണ് ആരിഫിന്റെ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ അദ്നാൻ റാഷിദ് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ അദ്നാൻ റാഷിദ് ഡിബേറ്റ്സ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ് കോർണർ അദ്നാൻ റാഷിദ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള എല്ലാ അലവലാദികളോടും സ്ഥിരമായി ഏറ്റുമുട്ടി പരിചയമുള്ള ആളാണ് മൂപ്പര്. അപ്പോൾ മൂപ്പരെടുത്ത് പോയിട്ട് ഈ ഡിബേറ്റ് ടാക്സിക്ക് എടുക്കാന്നാൽ എന്താവും അവസ്ഥ എന്നുള്ളത് ഇപ്പൊ കണ്ടല്ലോ, മനസ്സിലായല്ലോ, കിട്ടി ബോധിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഏതായാലും അത് പിന്നെ അതേപോലെ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കും ഇതേപോലെയുള്ള വളരെ ഓപ്പൺ ആയ സ്പേസസ് ആവശ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും ഇപ്പോഴാണ് സ്പീക്കേഴ്സ് കോർണർ എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് തന്നെ അറിയുന്നത്. പക്ഷെ നമുക്കും ഇതുപോലെയുള്ള നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഇങ്ങനെയുള്ള ഓപ്പൺ സ്പേസസ് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ടോളറേറ്റ് ചെയ്യാൻ പറ്റും പല ആളുകൾക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ രൂപത്തിൽ എല്ലാവരും അവരുടെ ആശയം പറയട്ടെ. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ആശയം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ആളുകളായി മാറുന്നത്. അല്ലാതെ പിന്നെ ഒറ്റ ആദർശമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, അങ്ങനെ ഡിഫറൻസസ് ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഐഡിയോളജിക്കലി നമ്മൾ ഡിഫറൻ്റ് ആണ്. അത് നമ്മൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാദങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വളരെ ഹോട്ടായിട്ട് തന്നെ അത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. ഇതിനുള്ളൊരു സ്പേസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെ UAE നമ്മൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ ലൈവ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പലതരത്തിലുള്ള ആളുകൾ വരുന്നു, നമ്മളായിട്ട് വളരെ നന്നായി ഡിസ്കസ് ചെയ്തു, അവർ പോകുന്നു. അതിനുശേഷം പോയതിനു ശേഷം അവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ആ രൂപത്തിലുള്ള ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ക്ലബ് ഹൗസിൽ നമ്മൾ ട്രൈ ചെയ്തൊരു കാര്യം അതായിരുന്നു. അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. സ്പീക്കേഴ്സ് കോർണർ മലയാളം തുടങ്ങിയത് തന്നെ അന്നത്തെ നമ്മൾ ഈ ഒരു സ്പീക്കേഴ്സ് കോർണർ ഡിബേറ്റ്സ് എന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടി ഉണ്ടായിരുന്നു നമ്മൾ ആ പേരിടാൻ കാരണം. അപ്പോൾ അന്ന് നമ്മൾ ക്ലബ് ഹൗസിൽ പോകുന്ന സമയത്ത് വെച്ചാൽ വെറുപ്പിൻ്റെ വിളനിലമായിട്ട് ക്ലബ് ഹൗസിൽ നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ വെറും തെറിയും അതേപോലെ തന്നെ ആക്ഷേപങ്ങളും മാത്രം. അവിടെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കുള്ള ഡിബേറ്റുകൾക്കോ അല്ലെങ്കിൽ ചർച്ചകളോ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ മാന്യമായ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ചർച്ചകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ടൈം നിശ്ചയിച്ചിട്ടുള്ള ചർച്ചകൾ ആ ഒരു രൂപത്തിൽ തുടങ്ങുന്നത് തന്നെ നമ്മളാണ്. അതിൽ ഒരുപാട് എത്തീസ്റ്റുകളായി EA ജബ്ബാർ, മുഹമ്മദ് ഖാൻ, ഇങ്ങനെയുള്ള പല ആൾക്കാരും വന്നു നമ്മുടെ ചാനലിൽ. അതിൻ്റെയൊക്കെ മുഹമ്മദ് ഖാൻ ടെസ്റ്റിമോണിയൽസ് ഉണ്ടായിരുന്നു അവസാനം. ഇത് വളരെ റെക്കോർഡ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. ക്ലബ് ഹൗസ് ഡിസ്കഷൻസ് നിങ്ങൾ നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതിൽ എത്തീസ്റ്റുകൾ അടക്കം വന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഈ റൂമിൽ ഒരു മാന്യമായ ചർച്ച നടക്കുന്ന ഒരു റൂം ഇതാണ് ക്ലബ് ഹൗസ്. സംവാദ കൾച്ചറിനെ അവർക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധം ഇങ്ങോട്ട് വന്ന ആളുകൾ പോലും നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ അവർ അംഗീകരിച്ചു എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ആ രൂപത്തിൽ ഉള്ളൊരു സംവാദ സംസ്കാരം നമുക്കും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് മാസ്കിംഗ് അനോമലീസ് ആ രൂപത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എടുക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിക്ഷൻ റൂം പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ ആശയപരമായി നമ്മൾ സംവദിക്കുക, കൂടുതൽ സംസാരിക്കുക, കൂടുതൽ അറിയുക, മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് നമ്മളും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളത് കൂടിയാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം ഡിബേറ്റുകൾ, ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ മറ്റ് ആശയങ്ങളിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. ഇവിടെ തന്നെ ഇപ്പോൾ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. പല ആളുകൾ തന്നെ ഇപ്പോൾ വർഷങ്ങളോളം സംസാരിച്ചിട്ട് പിന്നീട് ആസ് എ മുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. പാർക്കിൽ തന്നെ കാണാം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. Say, I bear witness that none has the right to be worshipped but Allah, and I bear witness that Muhammad is the messenger of Allah. Allahu Akbar. Allahu Akbar. Congratulations. You are a Muslim. You are a Muslim. So now you've got the keys to the mansion. Yes. And you're inside. Yeah. And now what you're going to do now is investigate on your home. I do need to investigate, yes. Do you mind if I take your details and No, it's fine. we'll link you. We'll link you up. Yeah. Welcome to the family. No, Sister, give her a hug. She became Muslim. Give her. welcome to Islam. Yes, I know. Subhanallah. She's come here. Congratulations, your mother, sister. Congratulations, inshallah, well done. If you believe in the only true one God that you believe, and Prophet Muhammad and Jesus and Noah and Abraham, all are prophets. If you believe that, then you are entitled to go
into heaven one day. ഇത്തരം ഡിബേറ്റുകൾ, ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ മറ്റ് ആശയങ്ങളിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ ആരിഫിൻ്റെ ഓട്ടം എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് അവിടെ നിർത്താതെ അവിടെ നടന്ന കൂടുതൽ പഠിക്കാനുള്ള കൂടി മാർഗമായി റെഫർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു സംവാദ സംസ്കാരം നമുക്ക് ഇവിടേക്കും കുറച്ചൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വഴിയെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും.